ഈ കൃത്യം നടക്കുന്ന ദിവസം ഷാരോണിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ സുഹൃത്താണ് രജിൻ ആണ് ബൈക്കിൽ ഷാരോണിനെ കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ഛർദ്ദിക്കുന്നത്. എന്താണെന്ന് അവിടെ സംഭവിച്ചത്? അവിടെ അന്നേക്ക് പുറത്തേക്ക് വരുമ്പോൾ ഛർദ്ദലുണ്ടായിരുന്നു. കുറച്ചിപ്പുറത്ത് പച്ചവെള്ളറിലെ ഛർദ്ദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ ഗ്രീഷ്മ കഷായും ഫ്രൂട്ടിയും തന്നു എന്ന് ചതിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഇറങ്ങി വരുമ്പോ തന്നെ അപ്പൊ തന്നെ അവളെ വീട്ടിൽ നിന്ന് ഛർദ്ദലുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് വിളിച്ചിട്ട് പോകുമായിരുന്നു? അവളെ വീട്ടിലേക്ക് പോകുമ്പോ വേറെന്തെങ്കിലും പറഞ്ഞു? അവള് കഷായം തന്നു, എന്നിട്ട് ഫ്രൂട്ടിയും ചതിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ടാക്കി ഞാൻ വീട്ടിലെ ഇപ്പൊ ഇങ്ങനൊരു വധശിക്ഷ വരുമ്പോ എന്താണ് പറയാനുള്ളത്? വധശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് ആഗ്രഹിച്ചത്. അപ്പൊ ബഹുമാനമായിട്ട് കോടതിക്ക് നമ്മൾ നന്ദി പറയുന്നു. ഷിനിലാൽ, ആൽബിൻ, ഇങ്ങനെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, പേര് ഷാജഹാൻ, അങ്ങനെ ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ കേരള പോലീസിന് അഭിമാനം നൽകുന്ന ഏറ്റവും വലിയ മുഹൂർത്തമാണ്. സംഘത്തിലെ പ്രധാനപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥയായിരുന്നു. ഈ കേസിന്റെ നാൾ വഴിയിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു അന്വേഷണം പോയത്? തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടി. സൈബർ എവിഡൻസുകൾ മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ നേരിട്ട് ഒരു എവിഡൻസും ഇല്ലായിരുന്നു. പിന്നെ ആ ടീമിന്റെ ഒരു കഴിവ് തന്നെയാണ്. ഞങ്ങളെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം അന്ന് ഉണ്ടായിരുന്നത് ഷാജഹാൻ സാറാണ്. സാർ ഇവിടെ ഉണ്ട്. സാറിനാണ് കൂടുതൽ അറിയാമെന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ വിധി നിർണ്ണയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കാര്യം 2022 തൊട്ട് തുടങ്ങിയ അന്വേഷണമാണ്. ഇന്നാണ് ഇവിടെ ഇത് അവസാനിച്ചത്. അപ്പോൾ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു. കേസിലെ ഒന്നാം പ്രതി ഒരു വനിതയായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി തെളിവെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു, ഈ കോടതി മുറിയിലൊക്കെ കണ്ടു, കുറ്റബോധത്തിന്റെയോ വേദനയുടെയോ തരിമ്പ് പോലും ഒരു സമയം പോലും പ്രത്യക്ഷത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. വ്യക്തിപരമായി ഒരു വനിത എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഈ പ്രതിയുടെ സമീപനം? അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. അന്നും ഹാപ്പിയായിരുന്നു, ഇന്നും വളരെ സന്തോഷത്തോടെ. വേറെ എന്തായാലും സംഭവിച്ചു, കുറ്റമേറ്റു, ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത്. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. നമുക്ക് മാനസികമായി കൂടി മനഃശാസ്ത്രം കൂടി ഉണ്ടല്ലോ, അത്രയും വളരെ ഹാർഡായിട്ടുള്ള ഒരു മനോനിലയുള്ള ആളെന്ന് വേണം മനസ്സിലാക്കാൻ. അതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്നതായിരിക്കാം. എന്തായാലും അന്നും ഇതേപോലെ തന്നെ ഇത് വളരെ സന്തോഷത്തോടെയാണ് കണ്ടത്. ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. അന്ന് വളരെ എന്ത് ചോദിച്ചാലും അതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു. ഇന്നും വേറെ അത്രത്തോളം ആത്മധൈര്യം ഉള്ള ഒരിതാണ്, അതായത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് തന്നെയാണ്. വ്യക്തിപരമായി സമ്മർദ്ദത്തിലൂടെ പോയിരുന്നു ഇതിന്റെ അന്വേഷണത്തെ ഘട്ടത്തിൽ. ഇത് എന്താവും, ഇത് കുറെ പ്രശ്നങ്ങളുണ്ട്, സാക്ഷികളുടെ അഭാവമുണ്ട്, കുറേയധികം തെളിവുകൾ കണ്ടെത്തേണ്ട വെല്ലുവിളി, ചോദ്യം ചെയ്യൽ, ഇതിന്റെ നമ്മുടെ ഒരു ജോലിയുടെ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, അതൊക്കെ നേരിട്ടിരുന്നു. തീർച്ചയായും വളരെ ബുദ്ധിമുട്ടി. 2022 ഞാൻ പറഞ്ഞില്ലേ, 2022 തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങളെ എല്ലാത്തിനും സഹായിച്ചത് ഷാജഹാൻ സാറായിരുന്നു, ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ കണ്ണി. പിന്നെ ജോൺസൺ സാറ് നേതൃത്വം നൽകി. അന്നുണ്ടായിരുന്ന എല്ലാവരും ഒരു ടീമിന്റെ വളരെ നല്ലൊരു വർക്കാണ് ഇവിടെ കണ്ടത്. സർവീസിലെ വളരെ വലിയൊരു നേട്ടമായി, ഏറ്റവും വലിയൊരു നേട്ടമായി കാണുന്നു. അദ്ദേഹം ഷാജഹാൻ സാറൂടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സാർ ഇതിന്റെ ഒരു അന്വേഷണം? എങ്ങനെയാണ്? വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. നമ്മളെ രാസി സാർ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ് അതിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെയധികം ഹാപ്പിയാണ്. മാക്സിമം പണിഷ് കൊടുത്തു, അത് സന്തോഷം. ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. നമ്മൾ കേസ് എഫ്ഐആർ രജിസ്റ്റർ ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കിട്ടുന്നത്. ഏകദേശം 80 ദിവസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം. അല്ലെങ്കിൽ ഈ സ്വാഭാവിക ജാമ്യം കിട്ടും, പ്രതിക്ക് ജാമ്യം കിട്ടിപ്പോകുന്ന അവസ്ഥ. മാത്രവുമല്ല, ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഈ കളനാശിനിയൊക്കെ ഉപയോഗിച്ചു, അത് വാങ്ങിയത്, അതിന്റെ ബ്രാൻഡ്, അതിന്റെ തെളിവെടുപ്പ്, അത്തരം കാര്യങ്ങളെല്ലാം വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വളരെയധികം വെല്ലുവിളി നിറഞ്ഞായിരുന്നു. ഈ കളനാശിനി കാപ്പിക് ഹെർബിസൈഡിന്റെ കമ്പനി ഒഡീഷയിൽ വരെ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ ഇത്രയും അന്വേഷണങ്ങൾ നടത്തി നമുക്ക് ഈ ടൈം ബൗണ്ടിനകത്ത് വെച്ച് ചാർജ് കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. ഷാജഹാൻ സാറ് നമ്മുടെ ഈ കേസ് എഴുതി തയ്യാറാക്കിയ ഷാജഹാൻ സാറാണ്. സാറിന്റെ കൂർമ്മ ബുദ്ധി തന്നെയാണ്. മാലയിലെ മുത്തുകൾ കോർത്തിടുന്നത് പോലെ ഇതിനെ ഓർത്ത് ഇണക്കി കൊണ്ടുവന്ന് ഇത്രയും നല്ലൊരു കേസാക്കി തീർത്തതും കോടതിയെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പ്രോസിക്യൂഷൻ വളരെയധികം വിജയിച്ചു. ജഡ്ജിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ഇത് അവതരിപ്പിക്കുന്നത് വളരെ നല്ലൊരു ചടങ്ങാണ്. അത് പ്രോസിക്യൂഷൻ വിനീത് സാറ് നല്ല രീതിക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഡെത്ത് പെനാൽറ്റി കിട്ടിയത്. സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇത് അന്വേഷിക്കുമ്പോൾ നമുക്കിത് കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണല്ലോ നമ്മളെ, അത് ഏത് തൊഴിലിനും ഉണ്ടത്, നമുക്ക് സക്സസ് ആക്കുക എന്നുള്ളത്. അങ്ങനെ ആ കരിയറിൽ ഇതൊരു വലിയ സമ്മർദ്ദമായി വന്നിരുന്നു. 100% സമ്മർദ്ദമായിട്ട് വന്നിരുന്നു. സമ്മർദ്ദം എങ്ങനെ ഇല്ലാതിരിക്കും?
ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. ഒരാൾ ഒരു വെട്ടോത്തി കൊണ്ട് ഒരാളെ വെട്ടിക്കൊല്ലുവാണെങ്കിൽ നമുക്ക് ദൃക്സാക്ഷികളുണ്ട്. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഷാരൂൺ രാജ് അവളെ വീട്ടിൽ പോയതും തിരിച്ചു വരുന്നതും കണ്ട ആൾക്കാരില്ല. CCTV വിഷ്വൽസ്, വിഷം കൊടുത്തത് കണ്ടതില്ല. എല്ലാം ഡിജിറ്റൽ എവിഡൻസും അവളുടെ ഗൂഗിൾ സെർച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലൗഡിൽ നിന്ന് കളക്ട് ചെയ്യാണ് ചെയ്തത്. ഈ കുട്ടി മൊബൈലിലുള്ള എൻ്റെ ഡേറ്റാസ് ഡിലീറ്റ് ചെയ്തു. ഷാരൂൺ രാജുമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇതെല്ലാം നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്തെടുക്കുക. എടുത്തിട്ട് അതിൽ നിന്ന് ഇത്രയും ഫയൽ പരിശോധിച്ച് ഏതൊക്കെയാണ് കേസിന് റെലവന്റ് ആയിട്ട് വേണ്ടതെന്ന് കണ്ടെത്തി കൊണ്ടുവരുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ സമയത്തിനുള്ളിൽ അതെല്ലാം ചെയ്യാൻ പറ്റി. നമ്മളോടൊപ്പം ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത ആൾക്കാരുണ്ട്. FSL സൈബർ എക്സ്പെർട്ട് ദീപ മാം, PM ചെയ്ത ധന്യ മാഡം, അങ്ങനെ ഒരുപാട് ആൾക്കാർ, പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ അഭിമാന സന്തോഷം മാഡം. താങ്ക് യു. എല്ലാ അഭിനന്ദനങ്ങളും.